ഹലോ, ഇന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഈ ചിരട്ടയിൽ നിന്നൊന്ന് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ നല്ല കൂർപ്പുള്ളൊരു കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങ പെട്ടെന്ന് തന്നെ ചിരട്ടയിൽ നിന്ന് വിട്ടു പോന്നോളും. അപ്പോൾ ഇതേ വലിപ്പത്തിലുള്ള 2 തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ വെച്ച് ചെയ്താൽ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ 2 ചിരട്ടയിൽ നിന്നും ഞാൻ തേങ്ങയൊക്കെ എടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള ബ്രൗൺ പാർട്സ് ഉണ്ടല്ലോ അത് ചെത്തി കളഞ്ഞു കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ബ്രൗൺ പാർട്സ് കളയണം, എന്നാലേ നമുക്ക് നല്ല വൈറ്റ് കളറിലുള്ള ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തുടച്ചെടുക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിനുശേഷം നമ്മളിതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ തേങ്ങയും ഞാനിതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ ജാറിലിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. 2-3 ട്രിപ്പായിട്ട് വേണം നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് ക്രഷ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ക്രഷ് ചെയ്തെടുക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊക്കനട്ട് പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 3 കറക്കൽ കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ക്രഷായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ക്രഷ് ചെയ്തെടുക്കേണ്ടത്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ട്രിപ്സിലായിട്ടാണ് ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലിട്ട് വേണം കേട്ടോ അത് റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വൈറ്റ് കളർ നഷ്ടപ്പെടും. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് ഇങ്ങനെ വറുത്തെടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രൗൺ കളർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടണം. ഇതിപ്പോൾ നല്ല പോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. ചൂടോടുകൂടി ആ പാത്രത്തിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ആവാൻ സാധ്യതയുണ്ട്. ഇത് ഞാനിപ്പോൾ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ ഉണ്ടല്ലോ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. എന്നാൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കാം. പിന്നെ ഇത് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കൊക്കനട്ട് പൗഡറാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ പേജ് ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്